സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരും ആയിരിക്കുവിൻ. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. ക്രിസ്തുവിൽ എത്രയും അനുഗ്രഹിക്കപ്പെട്ടവരെ, പത്രോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ് സമചിത്തരായിരിക്കുവാനും പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുവാനും. പ്രാർത്ഥനയുടെ മനുഷ്യരായി മാറുവാൻ നമ്മെ ഓരോരുത്തരെയും വചനം ക്ഷണിക്കുകയാണ്. കാരണം സകലത്തിൻ്റെയും അവസാനം സമീപിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ 2-ാം വരവിനായി ഒരുങ്ങുമ്പോൾ പ്രാർത്ഥനയിൽ വളരുവാനും പ്രാർത്ഥനയോട് കാത്തിരിക്കുവാനും തയ്യാറാകണം. സമചിത്തത പുലർത്തിക്കൊണ്ട് പ്രാർത്ഥനയിൽ വളരുവാൻ സ്ലീഹ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈശോ പറഞ്ഞ 10 കന്യകമാരുടെ ഉപമ നമുക്ക് വളരെയേറെ പഠനങ്ങൾ നൽകുന്നതാണ്. അവിടെ ശ്രദ്ധയോടെ ആയിരുന്ന കന്യകമാർ വിളക്കെടുത്തപ്പോൾ എണ്ണയും എടുത്തു. എന്നാൽ വിവേകശൂന്യകളാകട്ടെ വിളക്ക് മാത്രമേ എടുത്തുള്ളൂ, എണ്ണ എടുത്തില്ല. ഇവിടെയും എണ്ണയാകുന്ന പ്രാർത്ഥനയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥനയിലൂടെ ഒരുങ്ങിയിരിക്കുവാനാണ്, ജാഗരൂകതയോടെ കാത്തിരിക്കുവാനാണ് ആവശ്യപ്പെട്ടത്. ഇത് തന്നെയല്ലേ ശിഷ്യന്മാരോടും ഈശോ ആവശ്യപ്പെട്ടത്. ഗെത്സമനിയിൽ പ്രാർത്ഥിക്കാനായി കടന്നുപോയ ഈശോ ഒരു കല്ലേറ് ദൂരം മാറിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശിഷ്യന്മാരോടും പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ജാഗരൂകതയോടെ പ്രാർത്ഥിക്കുവാൻ നമ്മോടും അവിടെ നിന്ന് ആവശ്യപ്പെടുന്നത്, ഇതാ പ്രലോഭകൻ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്നുണ്ട്. സമചിത്തതയോടെ അതിനെ നേരിടുവാൻ വേണ്ടി പ്രാർത്ഥനയാകുന്ന ആയുധം ധരിക്കുവാൻ. എങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മുടെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ സമചിത്തതയോടെ കൂടി പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ജീവിതം നയിക്കുവാൻ നമുക്കൊരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രഭാതത്തിൽ. ഓ കാരുണ്യവാനായ തമ്പുരാനെ, അങ്ങയോടൊപ്പം ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും ഉണർന്നിരുന്ന് ജാഗരൂകതയോടുകൂടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ആമേൻ.